ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി മാങ്ങച്ചാറായിട്ടാണ് വന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോഴേ നമുക്ക് കുറച്ച് നല്ല അടിപൊളി മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ മാങ്ങയാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, അതിലും വലിയ മാങ്ങയാണ്, നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെയാണ് കട്ട് ചെയ്യണം കേട്ടോ, ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നല്ല, അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മാങ്ങയും അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു 2-3 കിലോ മാങ്ങ ഉണ്ട് കേട്ടോ, അതായിട്ടാണ് അച്ചാർ ഇടുന്നത്. അപ്പോൾ കുറച്ചധികം അച്ചാർ ഉള്ളത് നല്ലതല്ലേ, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ ഒന്നും അങ്ങനെ കിട്ടില്ല അല്ലേ, വേനൽക്കാലത്ത് കിട്ടിയുന്ന പോലെ കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് സീസണായിട്ട് മാങ്ങണേ. അപ്പോൾ അതിന് വെച്ചാൽ അധികം വിലയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് വെക്കട്ടാ. ഇട്ട് വെച്ചാലും അധികം ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് തീർന്നു പോകും. മാങ്ങച്ചാറൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നിങ്ങൾ മാങ്ങയുടെ ഏകദേശം വലുപ്പമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ മാങ്ങ പൂണ്ടെടുക്കുമ്പം. അപ്പോൾ ഇതേപോലെ ഞാൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഏകദേശമൊക്കെ ഒരുവിധം കട്ടായി ഉണ്ടിട്ടാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് എന്തിനാ വെച്ചപ്പോൾ ഇന്ന് ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ നാളേക്ക് എടുത്ത് വെക്കുക ചെയ്യട്ടാ. എന്നിട്ട് നാളെയാണ് അച്ചാർ ഇടുള്ളൂ, ഇന്ന് തന്നെ അച്ചാർ ഇടില്ല കേട്ടോ. അപ്പോൾ ആ ഉപ്പൊക്കെ അതിൽ നന്നായി ഒന്ന് പിടിച്ച് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതയ്ക്കാൻ വെച്ചതിൻ്റെ മിക്സിയുടെ ജാറിൽ. പിന്നെ അതേ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ. നമ്മളതിലിപ്പോൾ നല്ലെണ്ണ സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു, പിന്നെ അതേ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായി പൊട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില മൂപ്പായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയണ പോലെ പറയാണ് കേട്ടോ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക, എന്നാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് സുറുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുറുക്ക നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ 2 പാക്കറ്റ് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം വാങ്ങില്ല, അപ്പോൾ 2 പാക്കറ്റ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1 പാക്കറ്റും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട കുത്തുന്നതിൻ്റെ മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അച്ചാർ പൊടിയൊക്കെ കട്ട കുത്തുട്ടാം. അപ്പോൾ അടുത്ത അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല തിക്നെസ് വരും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ പൊടി മാത്രമല്ല, ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ പാക്കറ്റിലെ പൊടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്നെസ് ആയില്ല, ഇപ്പോൾ നല്ല കുറുകിയ ചാറായില്ല. ഇപ്പം ഇനി നമ്മൾ കുറച്ച് മുളകും പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം. തലേ ദിവസം നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങ ഉണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അച്ചാറിൽ സുർക്ക ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഗ്രേവി ആവുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനി സുർക്ക ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ അതിൽ, അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ട് നമ്മൾ അച്ചാർ നാശമാവൊന്നുമില്ല കേട്ടോ. നല്ല ഉപ്പും മാങ്ങയുടെ നീരൊക്കെ കൂടി പിടിച്ചിട്ടുള്ള വെള്ളമല്ലേ. അപ്പോൾ ഇത്തിരിയും കൂടി മാങ്ങ ഇട്ട് കൊടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവണമല്ലോ വായിൽ. മാങ്ങച്ചാറൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമല്ലേ മാങ്ങച്ചാർ. അപ്പോൾ ഏകദേശമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒഴിച്ച വെള്ളവും സുർക്കയും ഒക്കെ കറക്റ്റാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ, സുർക്ക തന്നെ കറക്റ്റാണ്. അപ്പോൾ ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. സുർക്ക നമ്മൾ ഒഴിക്കുന്നത് നമ്മൾ അച്ചാർ കുറേ കാലം കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചാറൊക്കെ അടിപൊളിയായി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.